ഇന്ന് നമ്മൾ കോഴി പൊരിച്ചിട്ടുണ്ടാക്കുന്ന ഒരു സിമ്പിൾ ബിരിയാണിയാണ് ചെയ്യുന്നത്. ബിരിയാണിയൊക്കെ ഉണ്ടാക്കി പഠിക്കുന്ന തുടക്കക്കാർക്ക് വലിയ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാതെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല സിമ്പിൾ ബിരിയാണി. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഇവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ പീസാക്കിയിട്ട് മുറിച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ടുള്ള ചിക്കനാണിത്. കോഴി പൊരിച്ചിട്ട് വെക്കുന്ന ബിരിയാണി ആയതുകൊണ്ട് തന്നെ ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. അതിനായിട്ടൊരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുക്കുന്നത്. 1.5 മുതൽ ഒരു 1.25 ടേബിൾ സ്പൂൺ വരെ എടുക്കാം. ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ഒരുപാട് വേണ്ട. കാശ്മീരി ചില്ലി നമ്മൾ ചേർക്കുന്നതന്നെ നമ്മൾ ബിരിയാണി റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ചിക്കന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. വലിയ ജീരകം പൊടിച്ചത് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് വേണം നിർബന്ധമൊന്നുമില്ല. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. ചിക്കൻ നന്നായിട്ട് കോട്ട് ചെയ്ത് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോൺഫ്ലവർ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്. പിന്നെ ഇതിലേക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഈ മുട്ടയുടെ സ്റ്റെപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, പക്ഷെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ബിരിയാണിയൊക്കെ ആവുന്ന സമയത്ത് ചിക്കൻ നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് നല്ല ഒരു പെർഫെക്ഷനിൽ കിട്ടും മുട്ട കൂടി ഉണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മുട്ട ഒഴിവാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ അത് ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ഒരുപാട് വേണ്ട, കാരണം ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് എണ്ണയിൽ അടി പിടിക്കാനൊക്കെയുള്ള ചാൻസ് കൂടും. ഇനി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്തിട്ട് കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാലയും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. കൂടുതൽ സമയം ഉണ്ടെങ്കിൽ കൂടുതൽ വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി തീരെ സമയമില്ല, പെട്ടെന്ന് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇട്ട ഉപ്പിൻ്റെ അളവിൽ നിന്നൊരു ഇത്തിരി ഉപ്പ് കൂടുതൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ചിക്കൻ ഉടനെ തന്നെ ഫ്രൈ ചെയ്താലും അത്യാവശ്യം നല്ലൊരു ടേസ്റ്റ് കിട്ടും. പക്ഷെ ഒരുപാട് ഉപ്പ് ആയി പോകരുത്. ഒരു ടിപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഇത്തിരി ഉപ്പ് കൂടുതൽ ഇടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്താലും ചിക്കനിൽ അത്യാവശ്യമൊക്കെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാനിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ചൂടാക്കി എടുത്തിട്ട് ഇനി ചിക്കൻ പൊരിച്ചെടുക്കുകയാണ് നമുക്ക് വേണ്ടത്. അത്യാവശ്യം ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഓയിൽ എടുക്കുക. കുറേ സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ എടുത്തിട്ട് ഒരു ഇത്തിരി ചിക്കൻ ഇട്ടിട്ട് പൊരിച്ചെടുത്താലും മതിയാകും. പൊരിക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം. എണ്ണയിലേക്ക് ചിക്കൻ ഇടുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ട് തീ പതുക്കെ ഒന്ന് കുറച്ച് വെക്കണം. ഫുൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യരുത്. എന്താണെന്ന് വെച്ചാൽ ചിക്കൻ്റെ വലിയ പീസ് ആയതുകൊണ്ട് തന്നെ പുറം ഭാഗമൊക്കെ റെഡ് കളർ ആവും ചെയ്യും, ഉൾഭാഗം വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ അത് നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. 2 ഭാഗവും ഫ്രൈ ആവുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റണം. എന്നിട്ട് ബാക്കിയുള്ള ചിക്കനും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ആ മുട്ടയൊക്കെ ചേർത്ത് നമ്മൾ ഫ്രൈ ചെയ്തതുകൊണ്ട് തന്നെ ചിക്കൻ ഒരുപാട് മസാല എണ്ണയിലേക്ക് പോകുക അല്ലെങ്കിൽ വിട്ടുപോകുന്ന പ്രശ്നം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കറക്റ്റ് നല്ലൊരു പെർഫെക്ഷനിലാണ് വന്നിട്ടുള്ളത്. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ചെയ്തു വെക്കാം. അപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ ചിക്കൻ ഫ്രൈ ആവുന്ന സമയത്ത് ആ ചിക്കൻ ഒരു അടുപ്പിലേക്ക് മാറ്റിയിട്ട് അടുത്ത പാനിൽ നമുക്ക് മസാല റെഡിയാക്കാം, ഉള്ളി മസാല. അപ്പോൾ അതിനായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യുന്ന ഓയിലിൽ നിന്ന് തന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒരു പാനിലേക്ക് എടുക്കാം. ഇതിലേക്ക് ഒരു 4 മീഡിയം സൈസുള്ള വലിയുള്ളി നല്ല ചെറുതായി മുറിച്ചെടുത്തതാണിത്. 4 മീഡിയം സൈസ് എന്ന് പറയുമ്പോൾ കറക്റ്റ് വെയിറ്റ് പറയുകയാണെങ്കിൽ ഒരു 430 ഗ്രാം വലിയുള്ളി ഉണ്ടാകും. ഉള്ളിയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കുക. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വരട്ടെ. ഉള്ളി വഴന്ന് വരുന്ന സമയത്ത് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത് ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം. ഉള്ളി ചെറുതായിട്ടൊന്ന് വഴന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് ഇതിലേക്കൊരു 1/2 കപ്പ് വെളുത്തുള്ളി, അതുപോലെ തന്നെ 1/2 കപ്പ് ഇഞ്ചി, ഒരു 6-7 പച്ചമുളക് ചതച്ച് ചേർത്ത് കൊടുക്കണം. എപ്പോഴും നാടൻ ബിരിയാണികൾക്കൊക്കെ എടുക്കുന്ന സമയത്ത് ഇതുപോലത്തെ നാടൻ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഈ ഒരു ഉള്ളി മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് ഇനി അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴന്ന് വന്നോട്ടെ. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അടിക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടില്ല, ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും. അത്യാവശ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും അന്ന് നന്നായിട്ട് വഴന്ന് ആ ഒരു പച്ചമണമൊക്കെ മാറും വേണം. ഇനി ഇതിലേക്കൊരു 3 മീഡിയം സൈസുള്ള തക്കാളി ചെറുതായി മുറിച്ചതുകൂടെ ചേർത്ത് കൊടുക്കണം. തക്കാളിയുടെ കറക്റ്റ് വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 300 ഗ്രാം ഉണ്ടാകും.
തക്കാളി അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് വഴന്ന് വരട്ടെ. തക്കാളി ഉള്ളിയൊക്കെ ഇവിടെ നമ്മൾ റെഡിയാക്കുന്ന സമയത്ത് തന്നെ അടുത്ത ഗ്യാസിൽ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നെയ്ച്ചോറ് ഈ സമയത്ത് തന്നെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബിരിയാണി റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ നെയ്ച്ചോറ് റെഡിയാക്കാം. പക്ഷെ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ നെയ്ച്ചോറ് ഇപ്പോൾ തന്നെ കാണിക്കുന്നില്ല, രണ്ടും കൂടെ ഒന്നിച്ച് മാനേജ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ്. മസാല മുഴുവനായിട്ട് റെഡിയായതിനു ശേഷമാണ് ഞാൻ നെയ്ച്ചോറ് ചെയ്യുന്നത്. തക്കാളിയൊക്കെ ചേർത്ത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആവുന്ന സമയത്ത് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരു 1 മുതൽ 1.5 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. അടുത്തതായി ഇതിലേക്ക് ബിരിയാണി മസാലയാണ് ചേർക്കുന്നത്. ബിരിയാണി മസാല എന്ന് പറയാൻ പറ്റില്ല, ഒരു ഗരം മസാല. നമ്മൾ വീട്ടിൽ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഗരം മസാലയാണ്. പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള ഗരം മസാല ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഗരം മസാലയ്ക്ക് നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. അതിനായിട്ടൊരു 3 ടേബിൾ സ്പൂൺ വലിയ ജീരകം, ഒരു 1/4 ടേബിൾ സ്പൂൺ ഗ്രാമ്പു, ഒരു 1/2 ടേബിൾ സ്പൂൺ മുതൽ 1/4 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് പട്ട, അതുപോലെ തന്നെ ഒരു 10-12 ഏലക്ക. ഇതെല്ലാം കൂടെ മിക്സിയിൽ ഇട്ടിട്ട് പെട്ടെന്ന് ഒന്ന് പൊടിച്ചെടുത്താൽ നമ്മുടെ മസാല റെഡിയാവും. വറുത്തെടുക്കുക, ചൂടാക്കുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ മിക്സിയിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയിൽ നിന്നും 1 ടേബിൾ സ്പൂൺ പൊടിയാണ് നമ്മൾ ഈ ഒരു 1 കിലോ ചിക്കനിലേക്ക് വേണ്ടി റെഡിയാക്കുന്ന മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു ഗരം മസാല ഒരുപാട് കൂടി പോകരുത്. 1 ടേബിൾ സ്പൂൺ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇനി അടുത്ത സ്റ്റേജിലൊക്കെ മസാല പോരാ, ഒരു ഇത്തിരി കൂടി വേണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒരു 1/4 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ഈ 1 ടേബിൾ സ്പൂൺ മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ചൂടാക്കാത്ത ഗരം മസാല ആകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ള ഡൗട്ടൊന്നും വേണ്ട, തീർച്ചയായിട്ടും ടേസ്റ്റ് ഉണ്ടാവും, ഒരു സംശയവും വേണ്ട. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ചെറിയൊരു പുളിയുള്ള തൈരാണ്, ഒരുപാട് പുളിയുള്ളതല്ല. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കൂടെ ചേർക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. തൈര് എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ അത്യാവശ്യം 1 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒന്നുമില്ല, നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് മുഴുവനായിട്ടും ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ കൈപ്പിടി മല്ലിയില ചെറുതായി മുറിച്ചെടുത്തതും, ഒരു 1/4 ഭാഗം കൈപ്പിടി പുതിനയില ചെറുതായി മുറിച്ചെടുത്തതും. മല്ലിയിലയും പുതിനയിലയും എപ്പോഴും നല്ല ഫ്രഷ് ആയിരിക്കണം, എന്നാലേ ബിരിയാണിക്ക് നല്ല പെർഫെക്റ്റ് ഒരു ടേസ്റ്റ് മണമൊക്കെ കിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. മല്ലിയില പുതിനയിലയൊക്കെ ചിക്കൻ്റെ ഒക്കെ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കാം. എല്ലാം മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിൽ ഈ ഒരു ചിക്കൻ നമുക്കൊന്ന് അടച്ചു വെക്കാം. എന്തിനാന്ന് വെച്ചാൽ ആ ഒരു ഗ്രേവിയുടെ ടേസ്റ്റൊക്കെ ചിക്കനിലേക്ക് പിടിക്കാനും പിന്നെ ഫ്രൈ ആയിട്ടുള്ള ചിക്കൻ ഒന്നങ്ങ് സോഫ്റ്റ് ആവാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അടച്ചു വെക്കുന്ന സമയത്ത് തീ വളരെ കുറച്ച് വെക്കേണ്ട കാര്യം മറന്നു പോവുക ചെയ്യരുത്. ഹൈ ഫ്ലെയിം ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ടാവും. ഇനി തുറന്നു നോക്കിയതിന് ശേഷം ഒന്നുകൂടെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ചൊരു സൈഡിലേക്ക് തന്നെ മാറ്റി വെക്കാം. ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിലേക്കുള്ള നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കണം. ഇത് കാണുന്ന സമയത്ത് ഇതിൽ ഗ്രേവി ഇല്ലല്ലോ, കുറച്ച് മസാല ഉള്ളൂ എന്നുള്ളൊരു തോന്നൽ വേണ്ട. അത്യാവശ്യം നമ്മൾ എടുക്കുന്ന ചോറിലേക്കുള്ള കറക്റ്റ് ഗ്രേവി മസാല ഇതിലുണ്ടാവും. ഈ ഒരു രീതിയിൽ മതി. ബിരിയാണിയുടെ നല്ല മണം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കേണ്ട കാര്യം മറക്കുകയും ചെയ്യരുത്. അടുത്തതായി ഇതിലേക്ക് നെയ്ച്ചോറ് അരി വറ്റിച്ച് റെഡിയാക്കുകയാണ് ചെയ്യുന്നത്. അരി ഊറ്റിയെടുത്തിട്ടുള്ള രീതിയിലല്ല. ആദ്യം ഉള്ളി വറുത്തെടുക്കാനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒരു 1 ടേബിൾ സ്പൂൺ ഡാൽഡ കയ്യിലുണ്ടെങ്കിൽ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു വലിയ സവാള വളരെ ചെറുതായിട്ട് കനം കുറച്ച് നീളത്തിൽ മുറിച്ചെടുത്തത് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്ത ഉള്ളി ഇടുന്നത് താല്പര്യം ഇല്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജ് ഒഴിവാക്കാം. കഴിയുന്നുണ്ടെങ്കിൽ ചെയ്യാം, ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഉള്ളി ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പ് ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി മുന്തിരി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ച് ഉണക്കമുന്തിരി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു ഇത്തിരി കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് ഈ ഒരു കളറായി വരുന്ന സമയത്ത് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരുപാട് കളറ് മാറാൻ വേണ്ടി എണ്ണയിൽ തന്നെ വെയിറ്റ് ചെയ്യേണ്ട, കാരണം ചൂടത്ത് പുറത്തിരുന്നിട്ട് ഇത് അത്യാവശ്യം നല്ല ക്രിസ്പി ആയിക്കോളും. റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഉള്ളി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ചൂടായി കിടക്കുന്ന ഈ എണ്ണയിലേക്ക് തന്നെ ഒരു 4 ഗ്രാമ്പു, അതുപോലെ തന്നെ ഒരു 4 ഏലക്ക, ഒരു 2 ചെറിയ പീസ് പട്ട കൂടെ ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. നിങ്ങൾ ഇതിലേക്ക് എടുക്കുന്ന നെയ്ച്ചോറിൻ്റെ അരി കുതിർത്ത് വെക്കേണ്ട ആവശ്യം ഉള്ളതാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം മറന്നു പോകരുത്. ഞാനിപ്പോൾ ഇവിടെ വയനാടൻ കൈമ റൈസാണ് എടുക്കുന്നത്, ജീരകശാല റൈസ്. അപ്പോൾ അതൊരു 15 മിനിറ്റ് കുതിർത്തിട്ടേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള വെള്ളം എടുക്കുന്ന സമയത്ത് ഒന്ന് ചൂടാക്കിയിട്ട് ഒഴിക്കുക, അതായിരിക്കും നല്ലത്. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 4 കപ്പ് അരി എടുക്കുന്ന സമയത്ത് 7.5 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്.
വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് ഇതിലേക്ക് ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചെറുതായി മുറിച്ചതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവ് സംശയമുള്ളവർക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം. എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ നെയ്ച്ചോറിനായിട്ട് എടുക്കുമ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ്, അപ്പോൾ 4 കപ്പ് അരിക്ക് 8 കപ്പ് വെള്ളം ഏകദേശം എടുക്കാറുണ്ട്. പക്ഷേ ബിരിയാണിക്ക് ആവുന്ന സമയത്ത് അത്രയ്ക്ക് ചോറ് കുഴയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിവാക്കിയിട്ടാണ് ഇതിലേക്ക് എടുക്കുന്നത്. ഇനി നല്ല കുഴഞ്ഞ ചോറ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ആ ഒരു 2 കപ്പ് വെള്ളം തന്നെ കണക്കിൽ ചേർക്കാം കേട്ടോ. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഉപ്പ് നോക്കുന്ന സമയത്ത് വെള്ളത്തിൽ ഇത്തിരി ഉപ്പ് കൂടുതൽ മുന്നിൽ നിൽക്കണം. അതായത് ആ ഒരു ചോറിലേക്ക് പിടിക്കാനുള്ള ഉപ്പ് കൂടെ ഇതിൽ വേണം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള നെയ്ച്ചോറിൻ്റെ അരി ചേർത്ത് കൊടുക്കുക. ആദ്യം പറഞ്ഞ പോലെ തന്നെ വയനാടൻ കൈമ റൈസാണ് ഞാനിവിടെ എടുക്കുന്നത്, നിറപറയുടെ ജീരകശാല. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് കുതിർത്ത് വെച്ചാലേ അരിക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നാട്ടിലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന നെയ്ച്ചോറിനാണെങ്കിൽ അരി കുതിർത്ത് വെക്കേണ്ട ആവശ്യമേ വരുന്നില്ല. കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ ചോറ് മൊത്തത്തിൽ കുഴഞ്ഞ് നല്ല രീതിയിൽ കിട്ടില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ചേർക്കാം. പിന്നെ ഇതിലേക്കൊരു നല്ല ടേസ്റ്റിനും അതുപോലെ തന്നെ അരി കൂടുതലൊന്നും ഒട്ടാതിരിക്കാനും വേണ്ടിയിട്ടൊരു 1 സ്പൂണ് നെയ്യൂടെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നുണ്ട്. അരി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ട കാര്യം മറന്നു പോകരുത്. പെട്ടെന്ന് തന്നെ ഹൈ ഫ്ലെയിമിൽ വേണ്ട, ഒരു മീഡിയം ടു ലോ ഫ്ലെയിം, വളരെ ചെറുതുമല്ല എന്നാൽ ഹൈ ഫ്ലെയിമിലല്ല, ആ ഒരു രീതിയിൽ അരി വേവിച്ചെടുത്താൽ മതിയാകും. ഇപ്പോൾ വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളമൊക്കെ വറ്റി ചോറ് നല്ലൊരു നെയ്ച്ചോറായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് കൂടെ ചേർത്തിട്ട് ചോറ് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ ബിരിയാണി സെർവ് ചെയ്യുന്ന സമയത്തൊക്കെ അരിയൊന്നും ഒട്ടിപ്പിടിക്കാതെ കറക്റ്റ് വിട്ട് കിട്ടാനായിട്ട് സഹായിക്കും. ഇനി എല്ലാം കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് ദം ചെയ്തെടുക്കണം. ഞാൻ ആദ്യം ആ ഉരുളിയിലായിരുന്നു ചിക്കനും മസാലയൊക്കെ റെഡിയാക്കിയത്. അതിൽ മൊത്തത്തിൽ ചോറ് ദം ചെയ്തെടുക്കാൻ പറ്റാത്തതുകൊണ്ട് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചോറിന് നല്ലൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പാലിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് സൈഡിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ ചോറിന് നല്ലൊരു ചെറിയൊരു മഞ്ഞ കളർ കിട്ടും. ഈ ചിക്കൻ്റെ മുകളിലേക്കായിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള നെയ്ച്ചോറ് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ആ മഞ്ഞൾപ്പൊടി പാലിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. നമ്മൾ മുൻപത്തെ ബിരിയാണിയിലൊക്കെ ഉണ്ടായ പോലെ റോസ് വാട്ടറിൻ്റെ ഒന്നും ഒരാവശ്യമില്ല കേട്ടോ. ഈ ഒരു നാടൻ ബിരിയാണിക്ക് റോസ് വാട്ടറിൻ്റെ ആവശ്യമേ വരുന്നില്ല. ഇങ്ങനെ ഉണ്ടാക്കിയാലാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. പിന്നെ കുറച്ച് മല്ലിയില പുതിനയിലൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. മല്ലി പുതിന ഒന്നും ഒരുപാട് ഇടാത്തതാണ് നല്ലത്. അതുപോലെ വറുത്ത് വെച്ചിട്ടുള്ള കുറച്ച് ഉള്ളി അണ്ടിപ്പരിപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഗരം മസാല ഉണ്ടല്ലോ, അതിൽ നിന്നും കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ നെയ്യൊക്കെ ഉറ്റിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ നെയ്യ് ഈ ഒരു സെക്ഷനിലൊന്നും ചേർക്കുന്നില്ല. കാരണം നെയ്ച്ചോറ് വെച്ച സമയത്ത് തന്നെ അത്യാവശ്യം ഓയിൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് ഒരുപാട് നെയ്യ് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു സ്റ്റേജിൽ നെയ്യ് ഒഴിവാക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ചോറും ഇതുപോലെ തന്നെ ചെയ്ത് റെഡിയാക്കി എടുക്കണം. അതിൻ്റെ മുകളിൽ ആദ്യം ചെയ്തതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ചേരുവകളും ചേർത്തെടുക്കാം. ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൈദയൊക്കെ വെച്ച് കവർ ചെയ്ത് ദം ചെയ്തെടുക്കണമെന്ന് താല്പര്യമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മളിതൊരു ഈസി ബിരിയാണി ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അങ്ങനെ മൈദ വെച്ചിട്ടൊന്നും കവർ ചെയ്യുന്നൊന്നുമില്ല. നാട്ടിലൊക്കെ ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ വിറകടുപ്പുള്ളവർക്കാണെങ്കിൽ സുഖമായിട്ട് കനലൊക്കെ മുകളിലിട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ട് സാധാ പോലെ അടച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആവിയൊന്നും പുറത്തു പോവാത്ത രീതിയിൽ നന്നായിട്ട് കവർ ചെയ്തെടുത്തതിന് ശേഷം സമയമുള്ള പോലെ ഒരു 10-15 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് കൊടുത്താൽ മതി. വെക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ പഴയതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. ഒരു 10 to 15 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് കൊടുക്കാം. ആ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 15 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കുന്ന സമയത്ത് നല്ലൊരു മണമായിരിക്കും കേട്ടോ. ഇതിലേക്ക് ചേർത്തിട്ടുള്ള ഗരം മസാല എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ഗരം മസാലയാണ്, അറിയാലോ. പക്ഷേ ഇതിൻ്റെ ഒരു മണം ടേസ്റ്റും ശരിക്കും ഒരു നാടൻ രുചിയാണ്. നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട, തീർച്ചയായിട്ടും ചെയ്തു നോക്കാം കേട്ടോ. ആ ഒരു കാര്യത്തിൽ ഡൗട്ട് അടിക്കുകയേ വേണ്ട. ഇനി ഇത് മിക്സ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അടിഭാഗത്തു നിന്നുള്ള ചിക്കൻ മുകളിലേക്ക് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇത് സെർവ് ചെയ്യാം. ചോറ് മാത്രം മൊത്തത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ട് ആവശ്യത്തിനുള്ള മസാല പ്ലേറ്റിലേക്ക് എടുക്കുക. അതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക. അങ്ങനെ സെർവ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റി എന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണി.
നല്ല ചൂടുള്ള ബിരിയാണി അച്ചാറിൻ്റെ കൂടെ അല്ലെങ്കിൽ തൈര് നല്ലൊരു സാലഡിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യുക. ബിരിയാണിയൊക്കെ ഉണ്ടാക്കി പഠിക്കുന്ന തുടക്കക്കാർക്ക് പറ്റുന്ന നല്ലൊരു ബിരിയാണി റെസിപ്പിയാണിത്. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ്. പിന്നെ ഇതിൽ ചേർക്കുന്ന ഗരം മസാല എന്ന് പറയുന്നത് ഒരുപാട് പ്രോസസ്സൊന്നുമില്ല, പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല രുചിയായിട്ടുള്ള ഒരു ഗരം മസാലയാണ്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവർക്ക് തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.